കൊല്ലമായിട്ട് എൻ്റെ അറിയാം, എൻ്റെ എക്സ്റേ വരെ അവർക്കറിയാം. അദ്ദേഹത്തിന്റെ എക്സ്റേ വരെ പത്തനാപുരത്തുള്ള ആൾക്കാർക്ക് അറിയാം. ഇതേ ഒരു സംഭവം തന്നെ കേട്ടോ. ബാക്കി ഭാഗം കൂടെ കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ കേട്ടേക്കാം. ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇവരോടൊക്കെ എത്ര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അവരോട് ചോദിക്കും. ഞാനങ്ങ് പോയി കഴിഞ്ഞാൽ അവരോട് ചോദിക്കും ഞാൻ എത്ര സ്നേഹത്തോടെ പെരുമാറും. അവരെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടുന്നവനാണ്. ഇന്ന് ഈ നിൽക്കുന്ന ഈ നഗറിൽ കാണുന്ന എല്ലാ ഐശ്വര്യവും ഞാൻ കൊണ്ടുവന്ന എൻ്റെ പാർട്ടിക്കാരനാണ് ഈ നിൽക്കുന്ന മെമ്പർ. ഇയാളെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് ഈ നഗറിൽ കാണുന്ന ഏത് റോഡും എല്ലാ റോഡും ക്ലിയറാണ്. ഒന്ന് ഓടിച്ചു നോക്കി, വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി, എല്ലാ റോഡും ക്ലിയറാണ്. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ എല്ലാ റോഡും ക്ലിയർ ആട്ടോ. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിക്കോ, എല്ലാ റോഡും ക്ലിയർ ആണ്. നമ്മുടെ നാട്ടിലും കൂടി ഇല്ല ഇത്ര ക്ലിയർ ആയിട്ടുള്ള റോഡുകൾ. എല്ലായിടത്തും കട്ടലാണ്. എല്ലാ വീട്ടിലും കുടിക്കാൻ വെള്ളമുണ്ട്. ഇതൊരു നഗറാണ്, ഒരു SC നഗറാണ്. ഈ നഗറിൽ താമസിക്കുന്ന പാവപ്പെട്ടവരുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ട്, ശുദ്ധീകരിച്ച വെള്ളം. അതാണ് ഗണേഷ് കുമാർ, അല്ലെ മറ്റതല്ല ഗണേഷ് കുമാർ. അതാണ് ഗണേഷ് കുമാർ, അല്ലാതെ മറ്റതല്ല ഗണേഷ് കുമാർ. ഹലോ മിസ്റ്റർ ഗണേഷ് കുമാർ, താങ്കൾ പൊളിറ്റിക്സിൽ വരേണ്ട ആളെ അല്ല. താങ്കൾ സിനിമ ഇൻഡസ്ട്രിയിൽ വരേണ്ട ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും താങ്കളുടെ സംസാരം വളരെ രസകരമായിട്ടുണ്ട്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.